PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഒരു ക്ലാസ്, അത് SCRT NCRT ബേസ് ചെയ്ത്. ദെൻ കാലത്ത് 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്ക് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, തീർന്നാലുടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ്. നമ്മൾ കാലത്ത് പഠിക്കുന്ന 6 മണിക്കും 9 മണിക്കും 12 മണിക്കും എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കുന്നത് ആ ഭാഗത്തു നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലൈവായിട്ട് കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തുള്ള ടോപ്പിക്സ് കൂടെ പഠിച്ചു പോകുന്നുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ലൈവും 4 റെക്കോർഡഡ് ക്ലാസ്സും 6 ക്ലാസ്സുകൾ ഒരു ദിവസം ലഭിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ച് വേണം നിങ്ങൾ ക്ലാസ് കാണാനായിട്ട്, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് പഠിക്കേണ്ടതിൻ്റെ ഇൻസ്ട്രക്ഷൻസും PDF-ഉം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ടെലഗ്രാം വഴിയാണ്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് പുറമെ നമ്മൾ വീക്കിലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മന്ത്ലി റിവിഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് സംസ്ഥാന നീതി നിർവഹണ വിഭാഗം, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹൈക്കോടതിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമായ നിയമം ഏത്? ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമായ നിയമമാണ് 1861 ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഒരു ആക്റ്റാണ് 1861 ഹൈക്കോർട്ട് ആക്ട്. 1861 ഹൈക്കോർട്ട് ആക്ട് അനുസരിച്ചിട്ടാണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ രൂപീകരണത്തിന് കാരണമാവുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ആദ്യമായിട്ട് ഹൈക്കോടതി രൂപീകരിക്കുന്നത് 1862 3 ഹൈക്കോടതി വന്നിട്ടുള്ളത്. കൊൽക്കത്തയിൽ വന്നു, ദെൻ അത് കഴിഞ്ഞ് മുംബൈയിൽ വന്നു, അത് കഴിഞ്ഞ് മദ്രാസിൽ വന്നു. ഇങ്ങനെ 3 ആദ്യമായിട്ട് ഹൈക്കോടതി വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതിയാണ്. ഓക്കെ, കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. ഇത് ഫോം ചെയ്യുന്നത് 1862 ജൂലൈ മാസത്താണ്. 1862 ജൂലൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയായ കൊൽക്കത്ത ഹൈക്കോടതി. ദെൻ മുംബൈ ഹൈക്കോടതി 1862 തന്നെ ഓഗസ്റ്റിലാണ് ഫോം ചെയ്യുന്നത്. ഇത് ഓഗസ്റ്റ് 14 മദ്രാസ് ഹൈക്കോടതി ആണെങ്കിലോ അത് ഓഗസ്റ്റ് 15 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ 1862 ജൂലൈയിൽ ഫോം ചെയ്ത കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത്. ദെൻ 4ാമതായിട്ടൊരു ഹൈക്കോടതി കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. അത് അലഹബാദ് ഹൈക്കോടതിയാണ്. അലഹബാദ് ഹൈക്കോടതി ഫോം ചെയ്യുന്ന ഇയർ നോക്കി വയ്ക്കുക. 1866 അലഹബാദ് ഹൈക്കോടതി ഫോം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ടോട്ടലായിട്ട് എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. നിലവിൽ 25 ഹൈക്കോടതികളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഹൈക്കോടതി വേണമെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214. ഓക്കെ, 214 എന്താ പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഹൈക്കോടതി വേണം എന്ന് പറയുന്നത് 214. എന്നാൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിന് വേറൊരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്
231 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊതുവായിട്ട് ഒരു ഹൈക്കോടതി പറ്റും. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായി ഒരു ഹൈക്കോടതി പറ്റും എന്ന് പറയുന്നതാണ്, ഹൈക്കോടതി ഉണ്ടാവാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 231. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചാബ് ഹൈക്കോടതി ഉണ്ട് കേട്ടോ, പഞ്ചാബ് ഹൈക്കോടതി. അപ്പോൾ ഈ പഞ്ചാബ് ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? ഹരിയാന സംസ്ഥാനം, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, അതുപോലെ തന്നെ പഞ്ചാബ്. ഓക്കെ, അപ്പോൾ ഹരിയാന സംസ്ഥാനം, പഞ്ചാബ്, ദെൻ ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഹരിയാനയ്ക്കും പഞ്ചാബിനും ചണ്ഡീഗഡിനും കൂടെ ചേർന്നിട്ടാണ് ഈ പഞ്ചാബ് ഹൈക്കോടതി എന്ന് പറയുന്ന ഹൈക്കോടതി നിലവിലുള്ളത്. അതേപോലെ തന്നെ ബോംബെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്കും ഗോവയ്ക്കും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ദാദ്ര നഗർ ദാമൻ ദിയു എന്നീ യൂണിയൻ ടെറിട്ടറിക്കും കൂടെ ആവശ്യമായിട്ടാണ് ബോംബെ ഹൈക്കോടതി വരുന്നത്. മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നഗർ ദാമൻ ദിയു എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി, ഇതിന് മൂന്നിനും കൂടെ ചേർന്നിട്ടാണ് ബോംബെ ഹൈക്കോടതി നിലകൊള്ളുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതുവായ ഹൈക്കോടതി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 231 എന്നുള്ളത് ഓർത്തിരിക്കാം. അങ്ങനെ പറയുന്ന സമയത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ്? ആസാം, അതുപോലെ തന്നെ നാഗാലാൻഡ്, മിസോറാം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, ഇത്രയും സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ആരുടെയൊക്കെയാണ്? ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഓക്കെ, ഇനി ഇത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത് ഒന്ന് ബോംബെ ഹൈക്കോടതി, 2 ഗുവാഹത്തി ഹൈക്കോടതി. ഈ 2 ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ, ഗുവാഹത്തി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇതിൽ ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ അല്ലേ? മുംബൈ ഹൈക്കോടതി മുംബൈയാണ് ബോംബെ ഹൈക്കോടതിയുടെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇതിന് 3 ബെഞ്ചുകളാണുള്ളത്. ബോംബെ ഹൈക്കോടതിക്ക് 3 ബെഞ്ചുകളാണുള്ളത്. ഏതൊക്കെയാണ്? നാഗ്പൂർ, ഔറംഗാബാദ് കേട്ടോ, പനാജി 3 ബെഞ്ചുകളാണുള്ളത്. ബോംബെ ഹൈക്കോടതിക്ക് 3 ബെഞ്ചുകളാണുള്ളത്. നാഗ്പൂർ, ഔറംഗാബാദ്, പനാജി. ഓക്കെ, അതേപോലെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. ഗുവാഹത്തി ഹൈക്കോടതിയുടെ ആസ്ഥാനം ആസാമാണ്. ഇതിൻ്റെ ബെഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കൊഹിമിയ, 2 ഐസ്വാൾ, 3 ഇറ്റാനഗർ. ഇത് 3 ഗുവാഹത്തി ഹൈക്കോടതിയുടെ ബെഞ്ചുകൾ. അപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ ബെഞ്ചുകൾ നാഗ്പൂർ, ഔറംഗാബാദ്, പനാജി. ഗുവാഹത്തി ഹൈക്കോടതിയുടെ ബെഞ്ചുകളാണ് കൊഹിമ, ഐസ്വാൾ, ഇറ്റാനഗർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജഡ്ജസിന്റെ എണ്ണം, ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലാണ്. ജഡ്ജിമാരുടെ എണ്ണം കൂടുതലായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതിയാണ് ഏത്? അലഹബാദ് ഹൈക്കോടതി. അപ്പം ജഡ്ജിമാർ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും വലിയ ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി എന്ന് പറയുന്നത്. UP-യിലാണ്. അവിടെ 160 ജഡ്ജിമാരാണ് ഉള്ളത്. എത്രയാണ്? 160 ജഡ്ജിമാർ.
ഇനി ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജഡ്ജിമാരുടെ എണ്ണം കുറവായിട്ടുള്ള ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി. അവിടെ ആകെ 3 ജഡ്ജിമാരേ ഉള്ളൂ. സിക്കിം ഹൈക്കോടതിയിൽ 3 ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഓക്കെ, സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഹൈക്കോടതികളൊക്കെ എവിടെയാണെന്നുള്ളതൊന്നും നോക്കി വയ്ക്കുക. ആൻഡമാൻ എവിടെയാണ് ഹൈക്കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കട്ട ഹൈക്കോടതി. അതേപോലെ ലക്ഷദ്വീപ് ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. പുതുച്ചേരിയുടെ ഹൈക്കോടതി ഏതാണ്? അത് മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. മദ്രാസ് ഹൈക്കോടതി. പുതുച്ചേരിയുടേത് ഏതാണ്? മദ്രാസ് ഹൈക്കോടതി. ദെൻ അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിവയുടെ ഹൈക്കോടതി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി തന്നെയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും ഹൈക്കോടതി. ദെൻ നമ്മൾ നേരത്തെ ഏതിൻ്റെ പറഞ്ഞു? ചണ്ഡീഗഡിൻ്റെ പറഞ്ഞു. അതുപോലെ തന്നെ ദാദ്ര നഗർ ദാമൻ ദിയു അതിൻ്റെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കുക. ചണ്ഡീഗഡിൻ്റേത് നമ്മൾ പറഞ്ഞു പഞ്ചാബ് ഹൈക്കോടതിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദാദ്ര നഗർ ദാമൻ ദിയു എന്ന് പറയുന്നത് ബോംബെ ഹൈക്കോടതിയാണ്. അപ്പോൾ പഞ്ചാബ് ഹൈക്കോടതിയും ബോംബെ ഹൈക്കോടതിയാണ് അവിടെ വരുന്നത്. അതും കൂടെ എഴുതി വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ നീതി നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജസ്റ്റിസ് സിറ്റി എന്നറിയപ്പെടുന്നത് അമരാവതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നീതി നഗരം ജസ്റ്റിസ് സിറ്റി എന്നറിയപ്പെടുന്നത് അമരാവതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 214 എന്താ പറഞ്ഞത്? ഹൈക്കോടതി എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് അല്ലേ? ഹൈക്കോടതി എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്സിനും സ്റ്റേറ്റിനും എന്തുണ്ട്? ഹൈക്കോടതി ഉണ്ട് എന്ന് പറഞ്ഞതാണ് ആർട്ടിക്കിൾ 214. ഇനി ആർട്ടിക്കിൾ 215 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയിരിക്കും. നമ്മൾ സുപ്രീം കോടതിയുടെ കേസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കോർട്ട് ഓഫ് റെക്കോർഡ് എന്താണെന്ന് അല്ലേ? അപ്പോൾ ഹൈക്കോടതി എന്ന് പറയുന്നതും ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 215 എന്ന് പറയുന്നത്. അതായത് ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളെല്ലാം മറ്റു കോടതികൾക്കും കൂടെ ബാധകമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? സുപ്രീം കോടതിയുണ്ട്, സുപ്രീം കോടതിയുടെ താഴെ ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതിക്ക് താഴെ മറ്റു കോടതികളുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ മറ്റു കോടതികൾക്കും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്നതിൻ്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 215 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 216 ഉണ്ട്. ആർട്ടിക്കിൾ 216 പറയുന്നത് എന്താണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണമാണ് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം. അപ്പോൾ ഈ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു എണ്ണമില്ല. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ കേസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കേസിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് അവിടെ ജഡ്ജിമാരുടെ എണ്ണം വരുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു എണ്ണമില്ല. ഓരോ സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യ അനുസരിച്ച് കേസിൻ്റെ അളവ് അനുസരിച്ച് എന്ത് ചെയ്യും? ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എണ്ണം തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്നത്. പക്ഷെ ആരോടുകൂടെ അന്വേഷിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പോൾ പ്രസിഡൻ്റാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി ഈ ആർട്ടിക്കിളിൽ തന്നെയാണ് 216 തന്നെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം തികച്ച ആളായിരിക്കണം. ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം തികച്ച ആളായിരിക്കണം. അല്ലെങ്കിലോ പിന്നെ ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കണം. ഒന്നുകിൽ ജുഡീഷ്യൽ സർവീസിൽ 10 വർഷം തികച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായി പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കണം ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക.
ഇനി ആർട്ടിക്കിൾ 219. ആർട്ടിക്കിൾ 219 പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 219. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലും, ഇനി മറ്റ് ജഡ്ജിമാരുണ്ടല്ലോ അവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒന്നുകിൽ ഗവർണറുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ്. നമ്മൾ അവിടെയും പഠിച്ചു, സുപ്രീം കോടതി പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ മുമ്പിലും മറ്റുള്ള ജഡ്ജിമാർ രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണെന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യും, മറ്റു ജഡ്ജിമാർ ഗവർണറുടെയോ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 221. ആർട്ടിക്കിൾ 221 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ സാലറിയെ കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സാലറിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്രയാണ്? 2,50,000. ഇനി മറ്റ് ജഡ്ജിമാരുടെ സാലറി എന്ന് പറയുന്നത് 2,25,000 രൂപയാണ്. 2,25,000 രൂപയാണ് ആരുടെ? 2,25,000 രൂപയാണ് മറ്റു ജഡ്ജിമാരുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസിൻ്റേതെന്ന് പറയുന്നത് 2,50,000, ഇവിടെ 2,25,000 രൂപയാണ് സാലറി എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് ഇവരുടെ ശമ്പളം എന്ന് നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു. ഈ ശമ്പളം നൽകുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും മറ്റ് ജഡ്ജിമാരുടെയും ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ പഠിച്ചു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ എല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് കൊടുക്കുന്നത്. ഇവിടെ ശമ്പളം നൽകുന്നത് സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ്. സോ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണ് ശമ്പളം നൽകുന്നത്. ശമ്പളം മാത്രമാണ് കേട്ടോ, ശമ്പളം മാത്രമാണ് ഇവിടെ നിന്നും. പെൻഷൻ നൽകുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്, ഓർത്തിരിക്കണേ. ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും, പെൻഷൻ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. ഈ ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? സ്കെഡ്യൂൾ 2 അല്ലേ, 2ാമത്തെ സ്കെഡ്യൂളിലാണ് ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 222. ആർട്ടിക്കിൾ 222 പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റം അഥവാ ട്രാൻസ്ഫറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ട്രാൻസ്ഫർ അഥവാ സ്ഥലം മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 222 എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തിനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രപതിക്കാണുള്ളത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റം നമ്മൾ പഠിച്ചില്ലല്ലോ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് സ്ഥലം മാറ്റമൊന്നുമില്ല. അവരുടെ സീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ തന്നെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൽഹിയിലാണ്. അവർക്ക് സ്ഥലമാറ്റമില്ല. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് സ്ഥലമാറ്റമുണ്ട്. 222 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്. അവരുടെ സ്ഥലമാറ്റം എന്ന് പറയുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 222 പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 226. 226 പറയുന്നത് ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വിശാലമായ റിട്ട് അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. ഇത് നമ്മൾ റിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വിശാലമായ റിട്ട് അധികാരം ഉള്ളത് ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. സുപ്രീം കോടതിക്ക് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. പക്ഷേ മറ്റു കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിക്കാണ് ഏറ്റവും വിശാലമായ റിട്ട് അധികാരം ഉള്ളത്. ഓക്കെ, ഇനി ഒരു ആർട്ടിക്കിൾ നോക്കിയിരിക്കുക. ആർട്ടിക്കിൾ 348(1). ആർട്ടിക്കിൾ 348(1) പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രവർത്തന ഭാഷയെ പറ്റിയാണ്.
സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രവർത്തന ഭാഷ രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രവർത്തന ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 348(1) എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കോടതിയിലും വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ആർട്ടിക്കിളും കൂടെ 348(2) ഇതും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒരുപോലെ ബാധകമാണ്. അതായത് നമ്മുടെ ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആവണം. ഓക്കെ, ഇപ്പോൾ 348(1) സുപ്രീം കോടതി ഹൈക്കോടതിയുടെ പ്രവർത്തന ഭാഷ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. 348(2) പറയുന്നത് ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം. അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ട് ഈ പ്രവർത്തന ഭാഷ ഹിന്ദി അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് ഔദ്യോഗിക ഭാഷയിലേക്ക് മാറ്റാമെന്ന് പറയുന്നതാണ് എന്ത്? 348(2). അപ്പോൾ ഓർത്തിരിക്കുക, ഹൈക്കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഈ സംസ്ഥാനങ്ങളുടെ അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാം? ഈ പ്രവർത്തന ഭാഷ ഇംഗ്ലീഷിലേത് മാറ്റി ഹിന്ദിയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് ഔദ്യോഗിക ഭാഷയിലേക്കോ മാറ്റാം എന്ന് പറയുന്നുണ്ട്. അത് 348(2) പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റു കോടതികളിലെ ഭാഷ തീരുമാനിക്കുന്നതൊക്കെ അതത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഭാഷ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KT കോശിയാണ്. KT കോശി കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആര്? KT കോശി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? സുജാത മനോഹർ ആണ്. സുജാത മനോഹർ ആണ് കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീലാ സേത്ത് ആണ്. ലീലാ സേത്ത് കേട്ടോ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത ലീലാ സേത്ത് ആണ്. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KK ഉഷയാണ്. KK ഉഷ കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിതയാണ് KK ഉഷ. ഇനി ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസ് ആയ വനിത, ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത് മഞ്ജുള ചെല്ലൂരാണ്. മഞ്ജുള ചെല്ലൂർ ഏറ്റവും അവസാനമായിട്ട്, ഏറ്റവും ഒടുവിൽ കേട്ടോ, ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള വനിതയാണ് മഞ്ജുള ചെല്ലൂർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത നമ്മൾ പഠിച്ചു, ഫാത്തിമ ബീവി എന്ന് പറഞ്ഞല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന ചാണ്ടിയാണ്. മലയാളി കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാൽ അന്ന ചാണ്ടിയാണ്. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള വനിത ചോദിച്ചു കഴിഞ്ഞാലോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത് ഓമന കുഞ്ഞമ്മയാണ്. അവർ മലയാളിയാണ്. ഓമന കുഞ്ഞമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ആയ വനിത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരള ഹൈക്കോടതിയെക്കുറിച്ച്, ഹൈക്കോടതി എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർട്ടിക്കിൾസ് അല്ലേ, ആർട്ടിക്കിൾസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾസിൽ പ്രധാനപ്പെട്ട നമുക്ക് പഠിച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ്, ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്